ഹലോ ഗായ്സ്, വൈകുന്നേരം ആകുമ്പോൾ അമ്മ തോട്ടത്തിലേക്ക് ചക്ക പറിക്കാൻ പോകാറിഞ്ഞു. അങ്ങനെ ചാക്കും കത്തിയെല്ലാം കെട്ടിപ്പറക്കി ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് കഴിഞ്ഞു. വലിയ പർവ്വതം പോലത്തെ ഒരു റബ്ബർ തോട്ടം കഴിഞ്ഞിട്ട് വേണം കേട്ടോ ഞങ്ങളെ തോട്ടത്തിലെത്താൻ. അപ്പോൾ ഈ കാണുന്നതാണ് ഞങ്ങളെ തോട്ടം. കുറച്ച് തെങ്ങും കുറച്ച് കവുങ്ങെല്ലാം ഉണ്ട്. അപ്പോൾ തോട്ടത്തിൻ്റെ സൈഡിൽ ചെറിയൊരു തോട് പോകുന്നുണ്ട്. പണ്ട് അച്ഛൻ സ്ഥിരമായിട്ട് ഇവിടെ ചെറുകെട്ടിക്കൊണ്ടുണ്ടായതുകൊണ്ട് നല്ല വെള്ളമെല്ലാം ഉണ്ടായിന്. ഇപ്പോൾ വെള്ളവും ഇല്ല, ആരും കുളിക്കാനൊന്നും വരില്ല എന്ന് തോന്നുന്നു. ഫുള്ള് വറ്റിയിട്ടാന്നില്ലേ. അപ്പോൾ പ്ലാവിലത്തെ ചക്കയെല്ലാം ഫുള്ള് ചീഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ. തോട്ടത്തിൻ്റെ സൈഡിൽ ചെറിയൊരു കണ്ടം കൂടി ഉണ്ട്. ഞാൻ കുറച്ച് സമയം കണ്ടത്തിൻ്റെ അടുത്ത് ഇരുന്നിട്ട് പിന്നെ നേരെ എൻ്റെ പഴയ വീടുള്ളത് ഇവിടെയാണ്. ഞാൻ ജനിച്ചു വളർന്ന വീടുണ്ടായത് ഇവിടെയാണ്. ഇപ്പോൾ വീടൊന്നുമില്ല, ഇപ്പോൾ അതിൻ്റെ തറ മാത്രമേ ഉള്ളൂ. അപ്പോൾ തറയിലാണെങ്കിൽ അയൽക്കൂടിക്കാർ കുറേ ബായ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് ഫുള്ള് ഞങ്ങളെ പണ്ട് യൂസ് ചെയ്തുകൊണ്ടായ സാധനമല്ലേ, കുറേ അമ്മിക്കല്ലും പിന്നെ ഞങ്ങളെ പഴയ കടച്ചക്കല്ലും കുറേ പഴയ കത്തി അങ്ങനത്തെ എന്തെല്ലോ അവിടെ കാണുമ്പോൾ എനിക്ക് നല്ലോണം വിഷമമായി. ഒരു 3ാം ക്ലാസ് വരെയെല്ലാം ഞാൻ ഇവിടെ തന്നെയാണ് ഉണ്ടായത്. പിന്നെ തൊട്ടടുത്ത ഒരു മരത്തുനിന്ന് ഒരു കൊക്കോയും പറിച്ചിട്ട് ഞാൻ കുറേ സമയം കണ്ടത്തിൽ അങ്ങനെ അങ്ങ് ചുറ്റിക്കൊണ്ടിരുന്നു. ഫുള്ള് ചതുപ്പാന്ന് കേട്ടോ. കണ്ടത്തിൽ കാലെല്ലാം ഇങ്ങനെ താണ് പോകുന്നുണ്ട്. അപ്പുറത്ത് 2 പയ്യും മേയുന്നുണ്ട്. പിന്നെ കുറേ കൊച്ചയെല്ലാം പറന്നുണ്ടായിന്. കാലം കുറേ ആയി ഞാൻ കൊച്ചേനെല്ലാം ഒന്ന് കണ്ടിട്ട്. പിന്നെ അപ്പുറം അയൽക്കൂടിക്കാർ കുറച്ച് കൃഷിയെല്ലാം ആക്കിയിട്ടുണ്ടായിന്. അതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ പാറയിലെല്ലാം കയറിപ്പോയി. പാറയെല്ലാം കണ്ടിട്ട് എനിക്ക് ഇങ്ങനെ പഴയ നൊക്ലാജി എങ്ങനെ വരാൻ തുടങ്ങി. ഞാനും ഏട്ടന് പണ്ട് സ്ഥിരമായിട്ട് മഴ പെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് പാറയിൽ വാലമാക്രി ഉണ്ടാവും. അതിൽ നിന്ന് വാലമാക്രിനെല്ലാം വിളിച്ചടിക്കലാണ് ഞങ്ങളെ മെയിൻ പരിപാടി. പിന്നെ കുറച്ച് സമയം നടന്നിട്ട് അപ്പുറം ഒരു കുളം ഉണ്ട്. ആ കുളത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ടാണ് പോയത്. അപ്പോഴത്തേക്ക് അതിൻ്റെ വര ഇടിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആടുന്ന് വേഗം തിരിച്ചു വന്ന്. കുറച്ച് ഇപ്പുറം എത്തുമ്പോൾ വേറൊരു കുളമുണ്ട്. അപ്പോഴത്തേക്ക് ആടെ ഒരു ചേരസാറ് വെള്ളം കുടിക്കാൻ വന്നിട്ടുണ്ട്. എന്നെ കണ്ടപ്പോഴത്തേക്ക് മൂപ്പറങ്ങ് മുങ്ങി. മൂപ്പർക്ക് മീഡിയ പബ്ലിസിറ്റിയോട് താല്പര്യമില്ലാന്ന് തോന്നുന്നു. അങ്ങനെ തോട്ടത്തിലേ നടന്നിട്ട് ഞാൻ ഇങ്ങനെ പകുതി എടുത്തെത്തുമ്പോഴത്തേക്ക് എൻ്റെ കാല് ചെറുതായിട്ടൊന്ന് ചളിയിൽ താണുപോയി. ഞാൻ വേഗം തോട്ടത്തിൽ പോയിട്ട് തോട്ടിൽ നിന്ന് വെള്ളത്തിൽ അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കയ്യിൽ നേരത്തെ പറിച്ചു വെച്ച കൊക്കോയും ഉണ്ടായിനി. അതും കൊണ്ട് പൊട്ടിച്ചിട്ട് തിന്നുകൊണ്ട് പിന്നെ എൻ്റെ കറക്കാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് മീത്ത ഒരു വെള്ളം വരുന്നൊരു സ്ഥലമുണ്ട്. നല്ല വെള്ളം മഴ പെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെയാണ്. നല്ല രസമുണ്ട് കാണാൻ. കൊക്കോ നിന്നിട്ട് പല്ലിനിടയിൽ കയറിയതുകൊണ്ട് ഞാൻ മെല്ലെ അതിൻ്റെ മീത്തിലേക്ക് വലിഞ്ഞേറാൻ വേണ്ടി തുടങ്ങി. പക്ഷെ പല്ല് ചെയ്യാണ്ട് തിരിച്ചെത്തിയത് തന്നെ ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതിയല്ലോ. വലിയ ബാഹുബലി കളിച്ചിട്ട് മീത്തിലോട്ട് കയറിയതാണ്. അത് മൊത്തം ഇങ്ങനെ ഉരുന്തി വെച്ച് ഒരു മര്യാദയ്ക്ക് കയറാൻ കൂടി കഴിയുന്നില്ല. എങ്ങനെയല്ലോ എവിടെയല്ലോ പിടിച്ച് കയറിയിട്ട് ഞാൻ അതിൻ്റെ ടോപ്പിലേക്ക് എത്തി. അപ്പോഴത്തേക്ക് തിരിച്ചു ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വഴി കാണുന്നില്ല. പിന്നെ കുറച്ച് നേരം ആടുന്ന് ഇങ്ങനെ താഴോട്ടെല്ലാം നോക്കി നിന്നിട്ട് ഏതെല്ലാം ഒരു സൈഡ് പാറേൻ്റെ സൈഡിൽ കൂടി തിരിച്ചു ചെയ്യുമ്പോഴത്തേക്ക് 2 ഗോമാങ്ങയും കൂടി കിട്ടി. മാങ്ങയും പറിക്കിന് മടങ്ങി വരുമ്പോഴത്തേക്ക് നിൻ്റെ തണ്ടിത്തിരിയലിന് കാത്തിക്കാൻ കഴിയാ പറഞ്ഞിട്ട് അമ്മ ചക്കയും പറിച്ചിട്ട് എന്നെ കാത്തിക്കുന്നുണ്ടായിരുന്നു. ആ ചക്കയാണെങ്കിൽ എൻ്റെ വലിപ്പന്നുണ്ട്. പിന്നെ ഞങ്ങൾ അത് 2ആക്കി കഷ്ണം കഴിച്ചിട്ട് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അമ്മ മെല്ലെ ചക്കേനെ 2 കഷ്ണമാക്കി. ഇനി ഞങ്ങൾ ഇതും കൊണ്ടൊന്ന് കുന്ന് കയറിട്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.